വെൽക്കം ബാക്ക്. അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്നത്തേത്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. സാധാരണ കാറിൽ എന്നെ വന്ന് പിക്ക് ചെയ്യായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഓട്ടോ വിളിച്ച് ഞാൻ അങ്ങോട്ടായിരുന്നു ചെന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലെ കാറിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ ടേൺ വന്നു. ഞാൻ കാറൊക്കെ കുറച്ച് നേരം ഓടിച്ചു. അത് കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ നിറച്ച് മൾബറി ഉണ്ടായിരുന്നു. അതൊക്കെ കയറി പറിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് പത്തനംതിട്ട വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് സ്കിൻ കെയർ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ആ ഷോപ്പിൽ കുറേ ഇങ്ങനെ വണ്ടിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തു. അപ്പോൾ നമ്മൾ ഇതൊക്കെയായിരുന്നു ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മീറ്റൊക്കെ വാങ്ങിച്ചു. ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നത്. ഈ ഫസ്റ്റ് കാണുന്ന കുപ്പി എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നെയാണ്. നമ്മൾ കൂടുതലും വാങ്ങിച്ചിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസാണ്. പിന്നെ മെഹന്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് പോയിട്ടുള്ളത് എനിക്കൊരു ഗോൾഡ് ബ്രേസ്ലെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ ഷോപ്പിൽ കയറി ഇതൊക്കെ വാങ്ങിച്ചത്. പക്ഷേ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ നാളായിട്ട് ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയ ബോക്സായിട്ട് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെ ഈ ക്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ രാജകുമാരി എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തോ ഒരു ഭംഗിക്കേടാണ്. അപ്പം അതൊന്ന് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിലെ ആ സ്ക്രൂ ഒക്കെ ഊരിയിട്ട് ആ രാജകുമാരി എന്നുള്ള ആ ഭാഗത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് റൈറ്റിങ്സൊക്കെ എഴുതിയിട്ട് അതിൽ ഫിക്സ് ചെയ്തിട്ട് സ്ക്രൂ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ സപ്ലൈകോയിലോട്ടാണ് പോയത്. നമ്മൾ ചെന്ന ടൈമിൽ അവിടെ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ കറണ്ട് വന്ന ടൈമിൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പക്ഷേ നമ്മൾ ബില്ലടിക്കാൻ നേരം വീണ്ടും കറണ്ട് പോയി. അത് പിറ്റേന്ന് പോയിട്ടാണ് എടുത്തത്. അമ്മ സാധനങ്ങൾ എടുക്കുന്ന ടൈമിൽ ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനും അവിടുത്തെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി. സോ മൈ സ്വീറ്റീസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.